9 ആൾ 9 ആൾ വന്നു. ഏ, റെഡി അല്ലേ? എല്ലാവരും വന്നുണ്ടോ? ഓക്കെ, 11 ആൾ വന്നു. ഓക്കെ, ഓക്കെ, റെഡി. ഒരു സെക്കൻഡേ. ഓക്കെ, മൈക്ക് മ്യൂട്ട് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാറ്റഗറിയിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടല്ലേ, ഈ പ്രൊഡക്റ്റ് അത്യാവശ്യം നല്ല സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യാൻ അറിയുന്ന, അല്ലെങ്കിൽ തൊട്ടടുത്ത് കൊണ്ടുപോയി കണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് ആമസോണിലേക്ക് എൻട്രി കിട്ടാനും ഇത്തരത്തിലുള്ള ടാഗ് ലൈനുകളൊക്കെ കിട്ടാനൊക്കെ വളരെ ഈസി ആയിട്ട് നടക്കുന്ന കാര്യമാണ്. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു ഫുൾഫിൽഡ് നടന്നത് ആമസോണിന്റെ വെയർ ഹൗസിൽ വെച്ചിട്ടില്ല, ആ ടാഗ് ലൈൻ ആണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ഞാൻ നേരത്തെ ഷിപ്പിംഗിന്റെ ടൈമിൽ പറഞ്ഞിരുന്നല്ലോ ആ സെക്ഷനിൽ, അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. ഞാൻ നിങ്ങൾക്ക് മറ്റൊരു എക്സാമ്പിൾ കൂടെ കാണിച്ചു തരാം. നിങ്ങൾക്ക് പിന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണോ. നമുക്ക് തൊട്ടടുത്ത്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത് ഹോൾസെയിൽ ആയിട്ട് ബ്ലാക്ക് പേപ്പർ സെല് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, അതിന്റെ ടീം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവരുടെ അടുത്തുനിന്ന് കുരുമുളക് പൊടി അല്ലാതെ സാധാ വാങ്ങിയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പൊടിച്ചും കാഞ്ഞിട്ട് വിൽക്കാൻ കഴിയും. ഇത് 100 ഗ്രാമിന് അവര് 128 രൂപ 57 പൈസക്കാണ് വിൽക്കുന്നത്. എക്സ്ക്ലൂഡിങ് GST ആണോ. ഇൻക്ലൂഡിങ് GST 135 രൂപ, അത് ഒരു കിലോന് 1350 രൂപയ്ക്കാണ് അവര് സെല് ചെയ്യുന്നത്. ഓക്കെ, 180 റിവ്യൂസ് മാത്രമുള്ള പ്രൊഡക്റ്റ് ആണ്. ഇവർക്ക് ഏകദേശം 2000-ന് മുകളിൽ ഓർഡർ കഴിഞ്ഞ മാസം വന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഞാൻ പറയുന്നതല്ല, ആമസോൺ തന്നെ പറയുന്ന കണക്കാണ്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു 2000 പിന്നെ പീസ് അവർ കഴിഞ്ഞ മാസം സെല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 10 രൂപ അവർക്ക് പ്രോഫിറ്റ് അതിൽ മാറ്റിവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു മാസം കൊണ്ട് 20,000 രൂപയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നമുക്ക് കേരളത്തിൽ നിന്നുകൊണ്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രൊഡക്റ്റിന്റെ ഉദാഹരണം മാത്രമാണ്, ഒരൊറ്റ പ്രൊഡക്റ്റ്. ഓക്കെ, പിന്നെ ഇനി നമുക്ക് കേരളത്തിൽ തന്നെ മറ്റൊരു പ്രൊഡക്റ്റും കൂടെ ഞങ്ങൾക്ക് പിന്നെ സിമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. അത് കണ്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ശരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യും. അത്രയും സിമ്പിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ്, നമുക്ക് ആർക്കും വേണ്ടാത്തൊരു പ്രൊഡക്റ്റ് ആണ്. ഈ ഒരു പ്രൊഡക്റ്റ് പിന്നെ എന്താന്ന് മനസ്സിലായിട്ടുണ്ടോ? ഇമേജ് കണ്ടിട്ട് മനസ്സിലാവുണ്ടോ? നമ്മള് പറമ്പിൽ നമ്മൾ ഒഴിവാക്കുന്ന, അല്ല ഇപ്പൊ ആവശ്യമില്ലാത്തൊരു സാധനം ഉണ്ടല്ലോ, ആവശ്യമില്ലാത്ത ഞാൻ പറയുന്നല്ല, അടക്ക. ഈ അടക്ക ആമസോണിൽ സെല് ചെയ്യുന്നൊരു ആളാണിത്. ഓക്കെ, ആമസോണിൽ ഈ അടക്ക വിറ്റും കഴിഞ്ഞിട്ട് അയാള് എത്ര ഉണ്ടാക്കുന്നത് ജസ്റ്റ് ഏകദേശം കണക്കാൻ പറഞ്ഞു. ഈ പ്രൊഡക്റ്റ് 250 ഗ്രാമിന് അവർ വിൽക്കുന്നത് 296 രൂപയാണ്, ഇൻക്ലൂഡിങ് GST കേട്ടോ. അത് കഴിഞ്ഞ മാസം 200 ഓർഡർ അവർക്ക് വന്നു. ആ 200 ഓർഡറിന് അവർക്കൊരു 30 രൂപ പ്രോഫിറ്റ് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരൊറ്റ പ്രൊഡക്റ്റ് മേൽ അവർക്ക് 30 രൂപ പ്രോഫിറ്റ് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 6000 രൂപ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, ഇരുന്ന് അവർ ഏൺ ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഞാൻ നേരത്തെ പിന്നെ കൗഡങ്ങില് എന്താണ് ചാണകത്തിന്റെ പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ കുരുമുളകിന്റെ പറഞ്ഞു, പിന്നെ ഇപ്പം പറഞ്ഞത് അടക്കേണ്ടതാണ്. ഇങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ട്. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ടാണ് അത് കൂടുതലായിട്ട് പറയാത്തത്. ഓക്കെ, അപ്പോ പിന്നെ ഇനി മറ്റൊന്നും കൂടി കണ്ടിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. അത് വരുന്നത് ഓക്കെ, നമുക്ക് തൊട്ടടുത്ത് നല്ലൊരു ബേക്കറി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ചിപ്സ് പോലുള്ള പ്രൊഡക്റ്റുകൾ, ചിപ്സ് എന്നല്ല, നിങ്ങൾക്ക് ബേക്കറി ഐറ്റംസുകളൊക്കെ, കേരള സ്പെഷ്യൽ സ്നാക്സുകൾ എന്ത് ചെയ്യാം, ആമസോണും ഫ്ലിപ്കാർട്ടിലൊക്കെ സെല് ചെയ്യാൻ കഴിയും. ഈ ഒരു പ്രൊഡക്റ്റ് അവർ 100 ഗ്രാമിന്റെ 3 പാക്കറ്റ്, ടോട്ടൽ 300 ഗ്രാം വരുന്ന ഒരു ഒരു കോംബോ പാക്ക് അവർ വിൽക്കുന്നത് 238 രൂപയ്ക്കാണ്, ഇൻക്ലൂഡിങ് GST കേട്ടോ, ഇൻക്ലൂഡിങ് GST ആണ്. അഥവാ ഒരു ഒരു 1000-ന് മുകളിൽ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, അവരുടെ ഒരു കിലോ, സോറി 1000 ഉണ്ടാവും അല്ലെ, ഓക്കെ, ഏതായാലും ഒരു 700-800 രൂപന്റെ ഏകദേശം ആവറേജിൽ ഒരു കിലോ അവർ എന്ത് ചെയ്യുന്നുണ്ടാവും, വിൽക്കുന്നുണ്ടാവും. നമുക്ക് 380-400 രൂപ കിലോ കിട്ടുന്ന
ചിപ്സ് ആണ് അവര് 700-800 രൂപക്ക് ഒരു കിലോന് വിൽക്കുന്നത്. അഥവാ 100% എന്തെയാണ് മാർജിൻ ആഡ് ചെയ്തിട്ട് പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ടാണ് അവർ വിൽക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ കഴിയും, നിങ്ങൾക്ക് സെല് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് പപ്പടം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ തൊട്ടടുത്ത് പപ്പടം ഉണ്ടാക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ സെല് ചെയ്യാൻ കഴിയും. പിന്നെ നമുക്ക് കളിമണ്ണുണ്ടല്ലോ, കളിമണ്ണ് നിങ്ങൾക്ക് വൃത്തിയായിട്ട് ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സെല് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ കളിമണ്ണ് വരെ ഇതിൽ വിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ മാർക്കറ്റിന്റെ ഒരു പൊട്ടൻഷ്യലാണ് ഞങ്ങൾക്ക് പറയുന്നത്. ഓൾ ഇന്ത്യ എന്നാണ് ഓർഡർ വരുന്നത്. സിറ്റീസിലൊന്നും ഇത് കിട്ടില്ല. മക്കൾ കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ക്ലേ ഉണ്ടല്ലോ, ഏത് നമ്മളെ മറ്റേ ഷോപ്പുകളിൽ വാങ്ങുന്നത്, അതല്ലാതെ നാച്ചുറൽ ആയിട്ടുള്ള ക്ലേ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും, വാങ്ങി കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് കളിക്കാൻ ഉപയോഗിക്കാൻ കൊടുക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇതിൽ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഒരു 400 പീസാണ്, ഇതല്ലേ 400 പീസാണ് കഴിഞ്ഞ മാസം അവർ സെല് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഒരു 400 പീസിന് ഒരു പീസിന് അവർക്കൊരു 15 രൂപ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 6000 രൂപ അവര് എന്ത് ചെയ്യുന്നുണ്ടാവും, ഏൺ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ കഴിയുന്ന കുറെ പ്രൊഡക്റ്റുകളും കാര്യങ്ങളും ലിസ്റ്റുകളൊക്കെയാണ് നാം പറഞ്ഞിട്ടുള്ളത്. ഇത് ഇവിടെ കൊണ്ടൊന്നും തീരില്ല. ഒരുപാട് പ്രൊഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇതുപോലെ സെല് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മണിക്കൂറിന്റെ സെക്ഷൻ കൊണ്ടൊന്നും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ നിങ്ങൾക്ക് സെല്ലറായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞങ്ങളുടെ ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള മാസ്റ്റർ ക്ലാസ് ഉണ്ട്. മാസ്റ്റർ ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ അതിൽ പിന്നെ വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ആമസോൺ ഫ്ലിപ്കാർട്ടിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും അതിലുണ്ടാവുക. ഓക്കെ, അതിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സെക്ഷൻ ഉണ്ടാവും, നിങ്ങളുടെ കൂടെ നമ്മൾ ഉണ്ടാവും. അപ്പോൾ ആമസോണിൽ ഫ്ലിപ്കാർട്ടിൽ എങ്ങനെ അക്കൗണ്ട് എടുക്കാം, അത് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ പ്രൊഡക്റ്റുകൾ ഫൈൻഡ് ചെയ്യാം, അഥവാ ഇപ്പൊ ഞാൻ കാണിച്ചതുപോലുള്ള ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്, അത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അത് നമ്മുടെ ബോണസ് ക്ലാസ് ആണ്. നമുക്ക് സാധാരണ അത് കൊടുക്കാറില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പ്രൊഡക്റ്റുമായിട്ട് വരുന്ന, നിങ്ങൾ ഓൾറെഡി ഒരു പ്രൊഡക്റ്റുമായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്ന ആൾക്കാരാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ സെക്ഷൻ ഇല്ലാതെ നമ്മൾ ക്ലാസ് കൊടുക്കാറ്. നിങ്ങൾ പ്രൊഡക്റ്റ് ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഫൈൻഡ് ചെയ്യാനും കൂടെ ഒരു അഡീഷണൽ സെക്ഷൻ കൂടെ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്രാൻഡ് രജിസ്ട്രേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രാൻഡ് എടുത്തിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യാന്നുള്ളത് നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ടുള്ള ഇമേജുകളൊക്കെ നമുക്ക് ആവശ്യം ഉണ്ടാവുമല്ലോ. ആ ഇമേജുകൾ നമ്മൾ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ഫോട്ടോഷോപ്പോ ഇലിസ്ട്രേറ്ററൊക്കെ വെച്ച് നമ്മൾ വർക്ക് ചെയ്യേണ്ടിണ്ടായിരുന്നു. പക്ഷെ ആമസോണിൽ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യണ്ട, ആമസോണിൽ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇമേജുകൾ നമ്മൾ ഈ ഫോട്ടോഷോപ്പ് വെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അത് AI വെച്ചുകൊണ്ട് എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് മറ്റൊരാളെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ ആമസോൺ സ്വന്തമായിട്ട് പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാനും അത് ഇമേജ് ജനറേറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി തരാൻ കഴിയും. അപ്പോൾ പിന്നെ വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും നേരത്തെ പറഞ്ഞ ഓർഡർ ഫുൾഫിൽമെന്റ്, പിന്നെ റിട്ടേൺ, ഡാമേജ് തുടങ്ങിയിട്ടുള്ള സേഫ്റ്റി ക്ലെയിം, നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്തു ആമസോണിൽ ഓർഡർ വരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടാവും. റിവ്യൂസ് ജനറേറ്റ് ചെയ്ത് കൊടുക്കണം തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അഡ്വർടൈസ്മെന്റ് ഒക്കെ തുടങ്ങിയിട്ട് അതൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ പറഞ്ഞു തരുന്നുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് ഓർഡർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ ഡെയിലി ഷിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് FB യിലേക്ക്, നേരത്തെ പറഞ്ഞ ഫുൾഫിൽഡ് ബൈ ആമസോൺ എന്ന് പറഞ്ഞിട്ടുള്ള ആമസോണിന്റെ വെയർ ഹൗസിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് അവരെ കോൺടാക്ട് ചെയ്യുക, എങ്ങനെയാണ് അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. ഇതാണ് നമ്മൾ സാധാരണ കൊടുക്കുന്ന ക്ലാസ്. ഓക്കെ, നമ്മൾ 10 ദിവസമാണ് നമ്മൾ ഇതിന് കാണാറ്. ഈ 10 ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേയ്സ് നമ്മൾ ഫിക്സ് അല്ല. ഈ ഏരിയകളൊക്കെ കവർ ചെയ്ത് വരുന്ന സമയത്ത് ചിലപ്പോൾ 10 12 ഒക്കെ ആവാറുണ്ട്. പക്ഷെ നമ്മൾ ഈ ഏരിയകളൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ കോഴ്സ് വൈൻഡ് അപ്പ് ചെയ്യാം. പക്ഷെ വൈൻഡ് അപ്പ് ചെയ്യുന്നില്ല. അതാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്ന മറ്റൊരു കാര്യം. ഈ ക്ലോസ് നമ്മൾ 10 ദിവസം കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യില്ല. നിങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യും, അഡീഷണൽ ആയിട്ട് ഒരു ബോണസ് എന്നുള്ള രീതിയിൽ ഒരു കാര്യം കൂടി നമുക്ക് ചെയ്തു തരുന്നുണ്ടാവും. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൽ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഈ ക്ലാസ് ഇറങ്ങിയത് കൊണ്ട് നിങ്ങൾക്ക് അത് ഉപകാരപ്പെട്ടില്ല അല്ലെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഞങ്ങൾ നിങ്ങൾക്ക് ഒരു ബോണസ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ചെയ്തു തരുന്നുണ്ടാവും. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 1 ഇയർ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. 1 ഇയർ നിങ്ങൾക്ക് എന്ത് കൺഫ്യൂഷനോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റിപ്ലൈ ചെയ്തിട്ട് അത് സൊല്യൂഷൻ കാണാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ആമസോണിൽ ലിസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ യൂട്യൂബിലും അല്ലാതൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ചെയ്തും കണ്ട് നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം അതിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഉണ്ടാവും.
അതൊരു പക്ഷേ 1 മാസം 2 മാസം മുമ്പുള്ളതായിരിക്കും. ഇനി എന്തെങ്കിലും കാരണവശാൽ അതിൽ റിജക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ആ റിജക്ഷന് നിങ്ങൾക്ക് ഇങ്ങനെ അപ്പീൽ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പല സമയങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യും സ്റ്റക്ക് ആയിട്ടുണ്ടാവും. ആ സ്റ്റക്ക് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഞങ്ങളെ സപ്പോർട്ട് വാങ്ങുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. നമ്മൾ അത് ഫ്രീ ആയിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുക 1 ഇയറിൽ. നിങ്ങൾക്ക് എന്ത് ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും സോൾവ് ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മളുടെ മാസ്റ്ററി ക്ലാസ് വരുന്നത്. ഈ ക്ലാസ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോണും ഫ്ലിപ്കാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരുവിധ എല്ലാ കൺഫ്യൂഷനും തീരുകയും ചെയ്യും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു മാസ്റ്റർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, പിന്നെ സ്വന്തമായിട്ട് വർക്ക് എടുക്കാനും സ്വന്തമായിട്ട് ലിസ്റ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ ഇതിന്റെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യാറ് ഇതിന്റെ ഫീ വരുന്നത് 8,000 റുപ്പീസ് ആണ്. കാരണം ഒരു വർഷം നിങ്ങളുടെ കൂടെ നമ്മളുണ്ടാവും. ആ ഒരു വർഷത്തെ നിങ്ങളുടെ എല്ലാവിധ പ്രശ്നങ്ങളും നമ്മൾ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണ ഈ ഒരു റേറ്റ് ആണ് നമ്മൾ വാങ്ങാറ്. പിന്നെ ചില സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതുപോലെ വെബിനാർ ഒക്കെ വെക്കുന്ന സമയത്ത് 6,000 ഒക്കെ നമ്മൾ വരെ കൊടുത്തിരുന്നു. പക്ഷേ നമ്മൾ എന്താണ് ഇപ്പം ഇതിന് അഡീഷണൽ ഒരു ഓഫർ എന്നുള്ള രീതിയിൽ ഞങ്ങൾ എന്ത് ചെയ്യാണ്, ഞങ്ങൾ ഇപ്പൊ അഡീഷണൽ ഓഫർ കൊടുക്കുകയാണ്. അത് 50% ഇപ്പം ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് 50% ഓഫർ നമ്മളിപ്പം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അഥവാ ഇതിന്റെ എമൗണ്ട് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 4,000 റുപ്പീസ് മാത്രമായിരിക്കും ഉണ്ടാവുക. അത് ഇപ്പം ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമുള്ളതാണ് കേട്ടോ. അപ്പൊ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എന്തെങ്കിലും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചോദിക്കാം. Q&A സെക്ഷൻ ആണ്. ഈ കോഴ്സിനെ കുറിച്ച് ചോദിക്കാം, ഇതുവരെയുള്ള സംശയങ്ങൾ ചോദിക്കാം. ഇനി വേറെ എന്തെങ്കിലും ആമസോൺ ഫ്ലിപ്കാർട്ടുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അറിയുന്നതാണെങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ തന്നെ പിന്നെ റിപ്ലൈ തരാം. ഓക്കെ, അല്ലെങ്കിൽ നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് തരാം. സംശയങ്ങളുടെ ചോദിക്കട്ടോ. സാറേ, പിന്നെ ഞാൻ ഷഹനാസ് പട്ടാം. ഞാൻ സാറിനെ കാലത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ പിക്കിൾസിന്റെ കാര്യം പറഞ്ഞിട്ട്. ഓക്കെ പറയൂ ഹലോ, ഞാൻ പറയൂ. പിന്നെ ഹോം മെയ്ഡ് പിക്കിൾ. പക്ഷെ ഞാനിപ്പോ ഈ മീറ്റിംഗിൽ കയറിയേക്കാൾ ഒരു കാര്യം മനസ്സിലായി. നമ്മളിപ്പോ ഒരു ചെറിയൊരു അരുവിയിലാണെന്നുള്ളതും ഇത് ഒരു തോടല്ല, പുഴയല്ല, ഒരു സമുദ്രമാണ് എന്നുള്ളതും ഈ ഒരു ക്ലാസ്സോട് കൂടിയിട്ട് സാറിന്റെ ഒരു ക്ലാസ്സോട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ എന്റെ മനസ്സിൽ ഈ സാറ് പറഞ്ഞ ഒരുപാട് പ്രൊഡക്റ്റുകൾ, കാരണം പല പ്രൊഡക്റ്റുകളും ഇപ്പൊ നമുക്ക് എന്റെ അടുത്ത് ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഈസി ഓപ്പൺ സീൽ ചെയ്യുന്ന ഒരു മെഷീൻ എന്റെ കയ്യിലുണ്ട്. അതിന്റെ ബോട്ടിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇതിൽ ഈസി ഓപ്പൺ ആയിട്ടുള്ള ബോട്ടിൽ പല പ്രൊഡക്റ്റുകളും പാക്ക് ചെയ്തിട്ട് നമുക്ക് വിൽക്കാൻ കഴിയുമെന്നുള്ളത് എനിക്ക് തോന്നി. എന്തായാലും സാറിന് കുറച്ച് ദിവസത്തെ തിരക്കുണ്ടായിരുന്നു 3 ദിവസം. ഞാൻ സാറിന് നേരിട്ട് വന്നിട്ട് ഞാൻ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും സാറിന്റെ ഒരു തിരുവമ്പാടി സാറിന്റെ ഒഴിവുപോലെ ഞാൻ വരും. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അത് വരാൻ ഞാൻ രാവിലെ വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് വരാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ കോഴ്സ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അത്രയും ബെനിഫിറ്റ് ആയിരിക്കും. ഓക്കെ, ഞാൻ സാറിന് വന്ന് കാണാം. എനിക്ക് എന്തായാലും സാറിന് ഇനിയിപ്പോ കോഴ്സ് എടുത്താലെങ്കിൽ നമുക്കൊരു എന്തായാലും സാറിനൊന്ന് എന്തായാലും വന്ന് കാണാൻ, കോഴ്സ് എടുക്കണം തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞു എന്റെ അടുത്തൊരു ഈസി ഓപ്പൺ പാക്കിംഗ് മെഷീൻ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എന്റെ അടുത്ത് ഒരു വലിയൊരു ഫണ്ടൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ ചെയ്ത്. പക്ഷെ ഉള്ളത് കൊണ്ട് ഞാൻ ഇപ്പോൾ അച്ചാറുകൾ കൊടുക്കുന്നത് കേരളത്തിലല്ല, ഇന്ത്യയിൽ തന്നെ ഏറ്റവും ക്വാളിറ്റിയിൽ കൊടുക്കുന്ന പാക്കേജിലാണ് ഞാനിപ്പോ കൊടുത്തുകൊണ്ടിരിക്കുന്നത് വീട്ടിൽ നിന്ന്. ഞാൻ നിങ്ങളെ അത് പാക്കിംഗ് കണ്ടു. ആമസോണിലും അത് എനിക്ക് സാധാരണ പിക്കിൾ ആ രീതിയിൽ കൊടുക്കാറില്ല. ഞാൻ കണ്ടോ പാക്കിങ്? അതെ, ഞാൻ വളരെ വൃത്തിക്കാണ് കൊടുക്കുന്നത്. വളരെ വൃത്തിക്കും. അത് മാത്രമല്ല വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. അത്രയും വൃത്തിയിലാണ് ഉണ്ടാക്കുന്നത്. നല്ല പ്യൂർ ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത്. കുറച്ച് റേറ്റ് കൂടുതലാണ് എങ്കിലും അത് പിന്നെ വാങ്ങിച്ച ആളുകൾ വീണ്ടും വാങ്ങിക്കുന്നത്. അത് നമുക്കൊരു ആത്മവിശ്വാസം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ആമസോണിലൊക്കെ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് വിചാരിക്കും. അതുപോലെ തന്നെ സാറ് കുരുമുളക് പൊടി എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ നമുക്ക് കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി ഒക്കെ നമ്മൾ ആ ഡബ്ബയിൽ പാക്ക് ചെയ്തിട്ട് വിട്ട് കഴിഞ്ഞാൽ ആർക്കും അത് ഇഷ്ടപ്പെടുന്ന ഒരു പാക്കിംഗ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. കറക്റ്റ് ആണ്. നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ഈ രീതിയിലല്ലായിരുന്നു എന്റെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ജസ്റ്റ് ബുക്കുകൾ, നോവലുകൾ മാത്രമാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും മാർക്കറ്റിൽ കിട്ടുന്ന നോവലുകൾ ഞാൻ ഇതിന്റെ പിന്നെ പബ്ലിഷേഴ്സിനെ കോൺടാക്ട് ചെയ്തിട്ട് അവർ ഡയറക്റ്റ് എവിടെയാണ് കൊടുക്കുന്നത് നോക്കി അവരെ കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ അടുത്ത് പോയപ്പോൾ അവർ പറഞ്ഞു എന്നോട് പിന്നെ ഇത്ര ക്വാണ്ടിറ്റി എടുക്കണം, അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഓഫറും തരാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ പബ്ലിഷേഴ്സിനെ വിളിച്ചു കഴിഞ്ഞിട്ട് വന്നാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള ആയതുകൊണ്ട് നമ്മൾ സംസാരിക്കല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു രീതിയിലാണ് ഞാൻ എന്ത് ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഓൾറെഡി ഉണ്ട് എന്നുണ്ടെങ്കിൽ സുഖസുന്ദരമായിട്ട് എന്ത് ചെയ്യാൻ സെല് ചെയ്യാൻ കഴിയും. എന്റെ അടുത്ത് ഓൾറെഡി പ്രൊഡക്റ്റ് ഞാനിപ്പോ അച്ചാർ ഞാൻ ഈ 10-20 അച്ചാർ ഉണ്ടാക്കുന്ന ഓൺലി 5 ഞാൻ ചെയ്യുന്നുള്ളൂ. എനിക്ക് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ സ്റ്റിക്കർ അടിക്കുന്ന മെഷീൻ ഓൾറെഡി വീട്ടിൽ തന്നെ വാങ്ങിച്ച് സ്റ്റിക്കർ ഒട്ടിച്ചാൽ മതിയല്ലോ. നമുക്ക് ഏത് പ്രൊഡക്റ്റും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പൊടികളായിക്കോട്ടെ. നമ്മൾ രണ്ടാളും മാത്രം സംസാരിച്ചാൽ നമ്മൾ രണ്ടാളും മീറ്റിംഗ് ആയി മാറുന്നത് ബാക്കിയുള്ള സംസാരിക്കാം. നിങ്ങൾ എന്ത് ചെയ്യാറ്? ഓഫീസിലേക്ക് വരാം, ഞാൻ ലൊക്കേഷൻ അയച്ചത്. തീർച്ചയായിട്ടും സാറിന്റെ എല്ലാ ഹെൽപ്പും എനിക്ക് വേണം.
ഷുവർ ഷുവർ. വേറെ എന്തെങ്കിലും ചോദിക്കണ്ടോ? വേറെ ആർക്കെങ്കിലും ചോദിക്കണ്ടോ? ഇപ്പൊ ചോദിക്കട്ടോ. ഈ കോഴ്സിന് ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഇപ്പം ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ നോട്ട് ചെയ്ത് വെക്കായിരുന്നു. ഇല്ല, സാറ് ഞങ്ങൾ പറയും 4,000 ഇതിനൊന്നും അധികമാവില്ലാന്ന് നിൽക്കുന്ന തോന്നുന്നുണ്ട്. കാരണം ഇത് ഒരു വലിയ ഒരു സമുദ്രമാണ്. ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ആവർത്തിക്കാം. എന്തായാലും ഞാൻ കുറച്ച് തിരക്കില്ല സാർ. ഞാൻ ഒരു വണ്ടി സൈഡാക്കി നിർത്തിയാണ് സംസാരിക്കുന്നത്. ഓക്കെ, ഇത്രയും കുഴപ്പമില്ല. നേരം ഞാൻ ഒരു യാത്രയിലായിരുന്നു. അതുകൊണ്ട് വണ്ടി സൈഡാക്കി നിർത്തിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ എന്തായാലും എനിക്ക് പോകേണ്ട സമയമായി. ഓക്കെ, കുഴപ്പമില്ല. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാണ്ടോ? Q&A സെക്ഷൻ ആണ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ആമസോണുമായി ബന്ധപ്പെട്ട്, ഫ്ലിപ്കാർട്ടിൽ ബന്ധപ്പെട്ട്. ഈ കോഴ്സിൽ നമുക്ക് എന്താ അറിയാം, നമ്മൾ ഇന്നലെ ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ് അല്ല, നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള അതേ റേറ്റ് തന്നെയാണ് ഇന്നും പറഞ്ഞിട്ടുള്ളത്. നമ്മൾ സാധാരണ കൊടുക്കുന്ന 8,000 6,000 വരെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യാറുണ്ട്. ഇത് 50% നമ്മൾ ചെയ്തു. ഇനി വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ജോയിൻ ചെയ്യുന്ന 3 പേർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അഡീഷണൽ ആയിട്ട് ഒരു 1,000 റുപ്പീസും ഓഫർ ഇപ്പം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം പറയണമെന്നില്ല, വെബിനാർ കഴിഞ്ഞിട്ട് പറഞ്ഞാലും കുഴപ്പമില്ല. എന്റെ നമ്പർ നിങ്ങളുടെ അടുത്ത് ഉണ്ടല്ലോ, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. ആദ്യം വരുന്ന 3 ആൾക്കും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അഡീഷണൽ ആയിട്ട് നമ്മൾ 1,000 റുപ്പീസും കൂടെ, അഥവാ 3,000-നായിരിക്കും നമ്മൾ ഈ ഒരു ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ 1 ഇയർ നമ്മൾ സപ്പോർട്ട് ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങളൊരു സെല്ലറായിട്ട് ആമസോണിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആമസോണിനെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധാരണ ടോൾ ഫ്രീ നമ്പർ ഒക്കെ ഉണ്ടാവാറുണ്ടല്ലോ, അതുപോലെ ടോൾ ഫ്രീ നമ്പർ ഒന്നും ആമസോൺ ഉണ്ടാവില്ല. സംസാരിക്കാനപ്പോൾ സംസാരിച്ചോളൂ, കുഴപ്പമില്ല. ആരാണ്? ഡൗട്ട് ഉണ്ടോ? ഹലോ സാർ, നമ്മളെ ഈ പൊടി ഐറ്റംസിനൊക്കെ എത്ര ശതമാനമാണ് GST വരിക? അപ്പൊ സാറ് പറഞ്ഞ കുരുമുളക് പൊടി, മുളകും പൊടിയൊക്കെ പറഞ്ഞല്ലോ, അത് എത്ര ശതമാനം GST എന്ന് പറയാം? കുരുമുളക് പൊടി 5% വരുന്നത്. ഞാൻ ഇന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ, കുരുമുളക് പൊടി 5% ആണ്. കുരുമുളകിനും 5% ആണ്. ഓക്കെ. ആ, ഓക്കെ. എല്ലാ പൊടി ഐറ്റംസിനും അങ്ങനെ തന്നെ വരും സാറേ? ഫുഡ് ഐറ്റംസ് ഒരു വിധമൊക്കെ 5% ആണ് വരുന്നത്. 5% സാർ, നമ്മളതുപോലെ ആമസോണിൽ ഇപ്പൊ ചെറുതായിട്ട് ചെയ്യുന്നതാണ്. നമുക്ക് ഇതിലെന്താ വെച്ചാൽ നമ്മൾ ചെയ്ത പ്രൊഡക്റ്റ് കോപ്പി ആയി വന്നു. അങ്ങനെ കോപ്പി ആയി വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ നിലവിൽ? കോപ്പി ചെയ്തു വരാൻ നമ്മൾ മനസ്സിലായില്ല. നിങ്ങളുടെ സ്വന്തം പ്രൊഡക്റ്റ് ആണോ അല്ലെങ്കിൽ മറ്റാരുടെങ്കിലും സെല് ചെയ്യാണോ? നമ്മൾ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ആണ് ചെയ്തിരുന്നത്. അത് ലിസ്റ്റ് ചെയ്ത സമയത്ത് കോപ്പി ആയി കണ്ടാണ് വന്നത്. മീൻസ് മറ്റ് സെല്ലർ ഇതില് ഇതേ പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നുണ്ട് എന്നാണോ? അതെ 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 സാർ. ആമസോണിൽ വരുന്ന വിഷയമാണ്. അതിന് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പ്രൊഡക്റ്റ് നിങ്ങളുടെ ആണ് എന്നുണ്ടെങ്കിൽ ആമസോണിൽ ഞാൻ നേരത്തെ പറഞ്ഞ ബ്രാൻഡ് രജിസ്ട്രേഷന്റെ ഒരു ഈ ക്ലാസ് ടോപ്പിക്കിൽ ഞാൻ പറയുന്നല്ലോ, നമ്മൾ മാസ്റ്റർ ക്ലാസ്സിൽ ഉണ്ടെന്നല്ലേ, ആ സെക്ഷനിൽ നമ്മൾ പറയുന്ന ഒരു വിഷയമാണത്. നിങ്ങളുടെ പ്രൊഡക്റ്റ്, നിങ്ങളുടെ ബ്രാൻഡ് ആരെങ്കിലും കോപ്പി ചെയ്തുകൊണ്ട് സെല് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആമസോണിൽ അത് കംപ്ലൈന്റ് ചെയ്തുകൊണ്ട് ആ ലിസ്റ്റിംഗ് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതും കൂടെ നമ്മൾ ഈ മാസ്റ്റർ ക്ലാസ്സിൽ പറയുന്നുണ്ട്. നമുക്ക് അതിന് ഓപ്ഷൻ ഉണ്ട്, സൊല്യൂഷൻ ഉണ്ട് അതിന്. ഓക്കെ സാറേ, അങ്ങനെ നമ്മളൊക്കെയാണ് അങ്ങനെ പ്രശ്നം വന്നത്. നമുക്ക് അതുകൊണ്ട് 2 വയലേഷൻസ് വന്നു. അതൊക്കെ പോലെ കണക്കുണ്ട് വയലേഷൻസ്. അതിന് വേറെ കാര്യമുണ്ട്. ഈ പ്രൊഡക്റ്റ് ഉദാഹരണത്തിന് എന്നൊരു കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ സെല്ല് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവര് ലിസ്റ്റിംഗ് ചെയ്തിട്ടില്ല, പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ടാണ് അവർ ലിസ്റ്റ് ചെയ്തത് എന്നുണ്ടെങ്കിൽ, ആ കമ്പനി പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് നിങ്ങൾക്ക് എതിരിൽ എന്ത് ചെയ്യാൻ, കംപ്ലൈന്റ് ചെയ്യാൻ പറ്റും. കാരണം ആ ബ്രാൻഡിന്റെ ഓണർ അവരാണ്. അതുകൊണ്ടാണ്. അതാണ് നമ്മൾ എപ്പോൾ സെല് ചെയ്യുന്ന സമയത്തും നമ്മളുടെ പ്രൊഡക്റ്റ് തന്നെ ആവാൻ വേണ്ടി നോക്കുക എന്ന് പറഞ്ഞത്.
നമുക്ക് നമ്മളുടെ തന്നെ പ്രൊഡക്റ്റ് സെല് ചെയ്തിട്ട് ഒരുപാട് പ്രൊഡക്റ്റ് നമുക്ക് സെല് ചെയ്യാൻ കഴിയും. ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രേഡ് മാർക്കും വേണ്ട. നിങ്ങൾക്ക് കറക്റ്റ് ഒരു പേര്, ബ്രാൻഡ് നെയിം ഉണ്ടാക്കിയിട്ട് അതൊരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ബോട്ടിലുകളിലോ അല്ലെങ്കിൽ സ്റ്റാൻഡപ്പ് പൗച്ചിലൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള എല്ലാവിധ സ്പൈസസുകൾ ഒക്കെ നമുക്ക് സെല് ചെയ്യാൻ കഴിയും. ജസ്റ്റ് ഒരു GST രജിസ്ട്രേഷൻ വേണ്ടി മാത്രമേ ഉള്ളൂ. GST രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന് ഫീ ഒന്നും വേണ്ട. അത് നിങ്ങൾക്ക് പുറത്ത് എത്രയാണോ നോക്കിയിട്ട് 2000, 1000, 1500 ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ നോക്കിയിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാവുന്നതാണ്. സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയർ ആണ്. GST ഫയലിംഗ് നമ്മൾ സെയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഗവൺമെന്റിൽ പൈസ കൊടുക്കേണ്ടുള്ളൂ. സെയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ GST പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഫയലിംഗ് നിർബന്ധമാണ്. സെയിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഫയലിംഗ് നിർബന്ധമാണ്. സെയിലിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, അതിന്റെ GST എമൗണ്ട് ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ടുള്ളൂ. ഓക്കെ, നമ്മളത് GST എടുക്കാൻ തന്നെയാണ് ഇപ്പൊ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ചെയ്തതേ. നമുക്ക് കാര്യങ്ങൾ കൂടുതൽ പഠിക്കാനുണ്ട്. ഇത് കുറെ ഏരിയ ഉണ്ട് നമുക്ക് ഇത് ചെയ്യാന്, പഠിക്കാന്. കുറെ ഇതിലെന്താ പറയാ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ സെല്ലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഒരു കറക്റ്റ് ഒരു മെന്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാം. ആദ്യം കൈ പിടിച്ച് നടത്താൻ ഒരാൾ വേണമല്ലോ. അതെ സാർ, അതെ അതെ. ആ കൈ പിടിച്ച് നടത്താൻ ആളില്ലാന്നുണ്ടെങ്കിൽ നടന്ന് ശീലിക്കുന്നവരെ എന്ത് ചെയ്യും, വീണുകൊണ്ടിരിക്കും. ശരി, അത് ശരി. അതാണ് പഠിക്കാൻ നമുക്ക് പഠിക്കാനുള്ളത്. അതെ, അതാണ് 1 ഇയർ നമ്മൾ നിങ്ങൾ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞത്. അതെ. ഉം. ഈ വയലേഷൻസ് നമുക്ക് ഇതിന് റിമൂവ് ചെയ്യിക്കാന് അവര് പറയുന്നത് നമ്മൾ കംപ്ലൈന്റ് കൊടുത്ത ആളെ കൊണ്ട് കംപ്ലൈന്റ് പിൻവലിപ്പിക്കണം എന്നൊക്കെ പറയണത്. അതൊന്നും നടക്കുന്ന കേസല്ലല്ലോ. അത് എന്താണ് കംപ്ലൈന്റ് എന്നുള്ളത് മനസ്സിലാവണം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് തോന്നിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ കറക്റ്റ് ഡീറ്റെയിൽ പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് നോക്കണം. അത് നോക്കാതെ നമുക്ക് പറയാൻ പറ്റില്ല. സാധാരണ എങ്ങനെയാണ്, ബ്രാൻഡ് വയലേഷൻ ആണെന്നുണ്ടെങ്കിൽ ബ്രാൻഡിന്റെ ഓണർ ആരാണോ അവരാണ് അത് ഫയൽ ചെയ്യേണ്ടത്. ബ്രാൻഡ് വയലേഷൻ തന്നെ സാറേ വന്നിരിക്കുന്നത്. അതന്നെ. അപ്പോ നിങ്ങളെ പ്രൊഡക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അത് ബ്രാൻഡിന്റെ ഓണർ ആണ് ലിസ്റ്റ് ചെയ്ത് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിൽക്കൊന്നും ചെയ്യാനില്ല. ഉദാഹരണത്തിന് ഞാൻ എന്റെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. ഞാൻ എന്ത് ചെയ്യാണ്, പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് ഈ കേരളത്തിൽ മൊത്തത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, സാധനം സെല് ചെയ്യുന്നുണ്ട്. അപ്പൊ സെല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്റെ അടുത്ത് സാധനം ഞാൻ അറിഞ്ഞോ അറിയാതെ വാങ്ങിയിട്ട് ആമസോണിൽ സെല് ചെയ്യാണ്. അപ്പൊ കുറെ കാലം നിങ്ങൾ സെല് ചെയ്തു. അതിനിടയ്ക്ക് ഞാൻ എന്ത് ചെയ്തു, എനിക്കൊരു ആഗ്രഹം വന്നു, എനിക്ക് ഡയറക്റ്റ് ആമസോണിൽ സെല് ചെയ്യണമെന്ന്. അപ്പൊ ഞാൻ എന്റെ അക്കൗണ്ട് എടുത്തു, ഓപ്പൺ ആക്കി, ട്രേഡ് മാർക്ക് എടുത്തു. ട്രേഡ് മാർക്ക് ഞാൻ ബ്രാൻഡ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് സെല് ചെയ്യാൻ നോക്കുന്ന സമയത്താണ് ഈ പ്രൊഡക്റ്റ് നിങ്ങൾ സെല് ചെയ്യുന്നത് കണ്ട്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് നിങ്ങൾക്കെതിരെ കംപ്ലൈന്റ് ചെയ്യാം. അപ്പൊ നിങ്ങളെ ലിസ്റ്റിംഗ് റിമൂവ് ചെയ്യും. ഒരുപക്ഷെ അതായിരിക്കും വന്നിട്ടുണ്ടാവുക. അങ്ങനെ സംബന്ധിക്കുന്നത് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആമസോൺ നമുക്ക് വാണിംഗ് ഒന്നും തരില്ലല്ലേ? അല്ല, ഇതിങ്ങനെ കംപ്ലൈന്റ് പോയാൽ മാത്രമേ നമുക്ക് കിട്ടും, കംപ്ലൈന്റ് കിട്ടും. അല്ല, ലിസ്റ്റിംഗ് വരും. സോറി, റിമൂവൽ ഉണ്ടാവും. ലിസ്റ്റിംഗ് റിമൂവൽ. കംപ്ലൈന്റ് വരുമ്പോ മാത്രമാണ് പ്രശ്നം വരുന്നത്. അതെ അതെ അതെ. ഓക്കെ സാർ, ഏതായാലും താങ്ക് യു. ഞാൻ കോൺടാക്ട് ചെയ്യാം സാറേ. ഓക്കെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഓക്കെ. അപ്പോ പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, 1 മണിക്കൂറായി. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, കുഴപ്പമൊന്നുമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ വൈൻഡപ്പ് ചെയ്യട്ടെ? ഓക്കെ, ഞാൻ മൗനം പറയൂ പറയൂ പറയൂ. ചോദിക്കാനില്ല തോന്നുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. അപ്പോ പിന്നെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാം. നമുക്ക് കോൺടാക്ട് ചെയ്യാനുള്ള 2 ഓപ്ഷനാണുള്ളത്. ഒന്ന് ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. കമ്മ്യൂണിറ്റി മീൻസ് ചാനല്. ആ ചാനലിൽ നിങ്ങൾക്ക് പ്രൈവസി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, പ്രൈവസി ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ അപ്ഡേറ്റും അതിൽ വരുന്നുണ്ടാവും. ഇനി നിങ്ങൾക്ക് ഡിസ്കഷനും കാര്യങ്ങളും കേൾക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പിൽ ലിങ്ക് ഞാൻ ചാനലിലും കൂടി ഷെയർ ചെയ്യാം. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മറ്റൊരാളുടെ സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ അതിൽ നമുക്ക് എന്ത് ചെയ്യാം, കേൾക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യാൻ കഴിയും. അപ്പോ ഞാനത് രണ്ടും ഞാൻ ഷെയർ ചെയ്തത്. അപ്പം ഇന്നത്തെ ഈ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കോഴ്സ്
പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വരുന്ന 3 ആൾക്ക് നമ്മൾ 3000ഉം ബാക്കി വരുന്ന ആൾക്കാർക്ക് 4000ഉം ആണ് നമ്മൾ ഓഫർ ആയിട്ട് തരുന്നുണ്ടാവുക. ഓക്കെ. അപ്പോ ഈ ഇന്നത്തെ ഈ വെബിനാറിൽ പിന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും എന്റെയും നമ്മളുടെ സ്ഥാപനത്തിന്റെയും സ്റ്റാഫിന്റെയും പേരിൽ നന്ദി പറയാണ്. എല്ലാവർക്കും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്നും നല്ലൊരു സെല്ലറായിട്ട് ജോയിൻ ചെയ്തിട്ട് അതിൽ നിന്ന് പെർമനന്റ് ആയിട്ടും ഫോക്കസ്ഡ് ആയിട്ടുള്ള റിട്ടേൺ വരട്ടെ എന്ന് പിന്നെ ആശംസയുണ്ട് നിർത്തുകയാണ്. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ശരി എന്നാ. അത് കഴിഞ്ഞോ?